നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ആദ്യമായി സഭയുടെ മുമ്പാകെ ഈ PAPയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് സംബന്ധിപ്പാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ അനുസരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന സമയം അനുസരിച്ച് അവരോരോ പ്രോഗ്രാമുകൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് നൽകി തരുന്ന ഈ നല്ല അവസരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുന്ന ഈ അവസരങ്ങൾ അതവർ മാക്സിമം ഉപയോഗിക്കണം. അതവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ സഭയ്ക്ക് അത് അനുഗ്രഹമാണ്. പ്രിയ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ദൈവം നൽകി തരുന്ന ഈ സാഹചര്യങ്ങൾ, ഈ സമയങ്ങളെ നിങ്ങൾ അത് ഉപേക്ഷയായി നിങ്ങൾ കാണാതെ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കുവാനുള്ള അവസരങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറയാനുള്ളത്. അതിനൊക്കെ ഈ PYPയുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സഭകളിൽ കിട്ടുന്ന, ഇത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ സഹോദരങ്ങളാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ. അപ്പം നമ്മുടെ സഹോദരങ്ങൾക്ക് മുമ്പിൽ നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങളെ നമ്മൾ മാക്സിമം വിനിയോഗിക്കുക. ക്രിസ്തുയേശുവിൽ നിങ്ങൾ വളരുക. അതിനായി ഈ PYPയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഇടയാക്കട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങൾ വചനം ധ്യാനിക്കുവാനും വ്യക്തിപരമായി ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാനും സമയങ്ങളെ ചെലവഴിക്കുവാനും ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് തന്നെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വ്യക്തിപരമായ സമയങ്ങളിൽ നിങ്ങൾ എത്രത്തോളം വചനം ധ്യാനിക്കുവോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരും. ഈ വചനം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കും. വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും. സഭയിലെ മാതാക്കന്മാരോട് അല്ലെ എൽഡേഴ്സായിട്ടുള്ളവരോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം, നമ്മൾ തിരുവചനം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു ശൗമേൽ ബാലനെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ കാതിൽ കേട്ട ശബ്ദം അത് മാനുഷികമാണോ ദൈവികമാണോ എന്ന് പോലും തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും ഇല്ലാതെ ഇരുന്ന ഒരു ശൗമേൽ ബാലനോട് താൻ കേട്ടത് കേവലം മാനുഷികമായ ശബ്ദമല്ല, മറിച്ച് അത് ദൈവിക ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ ഏലി പുരോഹിതൻ ആ വചനത്തിന് മുമ്പിൽ, ആ ശബ്ദത്തിന് മുമ്പിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ എനിക്ക് മാതാക്കന്മാരോട് പറയാനുള്ളത്, ദൈവം നിങ്ങളുടെ മേൽ ഒരു ഉത്തരവാദിത്വം നൽകി തന്നിട്ടുണ്ട്. ഞങ്ങൾ തലമുറകൾക്ക്, യുവജനങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ, ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാൻ, ക്രിസ്തുയേശുവിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ക്രിസ്തുയേശുവിൽ ഞങ്ങൾ വളരുവാൻ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി തരുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നിങ്ങളുടെ മേൽ നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മാതൃകയായി മുൻപോട്ട് നിൽക്കുവാനുള്ള കൃപകൾ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഈ വചനത്തിൽ നമുക്ക് അങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ശൗമേൽ ബാലന് വേണ്ട ഉപദേശം കൊടുക്കുന്ന ഒരു ഏലി പുരോഹിതനെ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പിന്നത്തേതിൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയെ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവാലയത്തിൽ കടന്നു വന്ന് തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച ഹന്നയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാതാക്കന്മാരുടെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ, അല്ലെങ്കിൽ തലമുറകൾക്ക് വേണ്ടി ഇടയിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ മേൽ ദൈവം നൽകിയിട്ടുണ്ട്. ഇന്ന് പകൽ നിങ്ങളത് മറന്നു പോകല്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളൊരു ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന കാഴ്ചപ്പാട്, ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ഉപദേശങ്ങൾ, ഞങ്ങൾക്ക് ലഭ്യമാകുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ദൈവം എന്താണോ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദർശനം, ആ ദർശനത്തിനൊത്തോടെ നിൽക്കുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിരുവചനമൊക്കെ അങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലവിധ സംഭവങ്ങൾ കാണുവാൻ കഴിയും. അതൊന്നും തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും കുഞ്ഞുങ്ങളോട് ഞാൻ വ്യക്തിപരമായി പറയുന്നു, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആത്മീയ ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെയാണ്. പലതരത്തിലുള്ള ബൈബിളിക്കൽ ടീച്ചിങ്സ്, അങ്ങനെ പല കാര്യത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡാണ്. എന്നാൽ നമ്മൾ വ്യക്തിപരമായി ഈ വചനത്തിലെല്ലാം കൃത്യമായിട്ട് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടതൊക്കെ ഈ പുസ്തകത്തിൽ നൽകി തന്നിട്ടുണ്ട്. ചില കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി, ജോലി സംബന്ധമായി, അല്ലെങ്കിൽ കുടുംബജീവിതപരമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക്, വിവിധ വൻകരകളിലേക്ക് ദൈവം നമ്മളെ അയക്കും.
ആ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, ആ സമയങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കാണുന്നത് മറ്റൊരു ആത്മീയ ലോകമായിരിക്കാം. എന്നാൽ അന്ന് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മളെ ദൈവം ഇടയാക്കണമെങ്കിൽ ഈ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ PIPA ഇങ്ങനെ യൂത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഈ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന സാഹചര്യത്തെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ വചനം പഠിക്കണം, വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ആ സാഹചര്യങ്ങളിലൊക്കെ, ആ കാലങ്ങളിലൊക്കെ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, അതിനായിട്ട് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.